ആദ്യ പാദത്തിൽ ഞങ്ങൾ വെറും 2 ഗോളിനാണ് തോറ്റത് എന്നത് ഭാഗ്യമാണ്. ആൻഫീൽഡിലെ രണ്ടാം പാദം തീർത്തും വ്യത്യസ്തമായൊരു മത്സരമായിരിക്കും. പറഞ്ഞത് ആർനെ സ്ലോട്ടാണ്, അതും PSG-ക്കെതിരായ ക്വാർട്ടർ ഫൈനലിന് ശേഷം. ഒരു 2-3 വർഷം മുമ്പായിരുന്നെങ്കിൽ സ്ലോട്ടിൻ്റെ ഈ വാക്കുകൾ എല്ലാവർക്കും ആവേശം നൽകിയേനെ. കാരണം അന്നത്തെ ആൻഫീൽഡും ലിവർപൂളും അങ്ങനെയായിരുന്നു. സലാഹിൻ്റെ നേതൃത്വത്തിലുള്ള അറ്റാക്ക്, ജോർദാൻ ഹാൻഡേഴ്സൺ നയിക്കുന്ന മിഡ്ഫീൽഡ്, വിർജിൽ വാൻ ഡൈക്കിൻ്റെ കീഴിലുള്ള സോളിഡ് ബാക്ക്ലൈൻ, ഇതിനോടൊപ്പം ആൻഫീൽഡിൻ്റെ ഇലക്ട്രിഫൈങ് അറ്റ്മോസ്ഫിയർ കൂടി ചേരുമ്പോൾ അവിടെ കാലെടുത്തു വെക്കാൻ ആരുമൊന്ന് ഭയക്കും. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. പ്രത്യേകിച്ചും ഈ സീസണിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ സ്കൗട്ടിംഗ് ടീം നടത്തിയ പെർഫോമൻസ് പോലും പലപ്പോഴും ലിവർപൂൾ ഗ്രൗണ്ടിൽ കാണിക്കുന്നില്ല. കോടികൾ വാരി എറിഞ്ഞ് വാങ്ങിയ താരത്തെ വേണ്ട പോലെ സസ്യത്തിൽ ഉപയോഗിക്കാനാവുന്നുമില്ല. പിന്നെ ആൻഫീൽഡ് ആകട്ടെ ആർക്കും കയറി മേയാവുന്ന വെറുമൊരു ഗ്രൗണ്ടായി മാറി തുടങ്ങി. വെറും 26% പന്തടക്കം, 90 മിനിറ്റിനിടെ എടുത്ത 3 ഷോട്ടിൽ ഒരെണ്ണം പോലും ലക്ഷ്യത്തിലെത്തിയില്ല. PSG നടത്തിയ 746 പാസുകൾക്ക് മറുപടിയായി ആകെ നടത്തിയത് 253 എണ്ണം. പാർക്കഡസ് പ്രിൻസസിൽ ലിവർപൂളിൻ്റെ ആകെ പ്രകടനം ഇതായിരുന്നു. ഈ ടീമും ഈ ടാക്ടിക്സുമായാണ് ആർനെ സ്ലോട്ട് തൻ്റെ ആരാധകരോട് രണ്ടാം പാദത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് അവകാശപ്പെടുന്നത്. അതിന് ഒരാഴ്ച മുമ്പ് FA കപ്പിൽ സിറ്റിയോട് 4 ഗോളിന് നാണം കെട്ടി തോറ്റിട്ടും തൻ്റെ പ്ലാനിലും അപ്രോച്ചിലും മാറ്റം വരുത്താത്ത സ്ലോട്ടിൻ്റെ ഈ അവകാശവാദത്തെ നിഷ്കരണം തള്ളിക്കളയുകയല്ലാതെ ലിവർപൂൾ ആരാധകർക്ക് യാതൊരു നിർവാഹവുമില്ല. അലിസൺ ബെക്കർ, വിർജിൽ വാൻ ഡൈക്ക് 2019 യുർഗൻ ക്ലോപ്പിൻ്റെ കീഴിൽ മെർസിസൈഡിലേക്ക് ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടമെത്തുമ്പോൾ അന്ന് ആദ്യ 11-ൽ ഉണ്ടായിരുന്നവരിൽ ഈ സീസൺ അവസാനത്തോടെ ടീമിൽ ബാക്കിയാവുന്നത് ഈ 2 പേരായിരിക്കും. നേരത്തെ ഈ വർഷം ടീം വിടുമെന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് സലാഹിന് പുറമെ ലെഫ്റ്റ് ബാക്ക് ആൻഡി റോബർട്ട്സണും ലിവർപൂൾ കുപ്പായം അയച്ചുവെക്കാൻ ഒരുങ്ങുകയാണ്. തങ്ങളുടെ പ്രതാപകാലത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂട്ടിക്കൊണ്ടുപോയ ഒരു സ്ക്വാഡിൻ്റെ പതിയുള്ള പടിയിറക്കം. കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ ലിവർപൂൾ ആരാധകർ കടന്നു പോകുന്നത് അത്തരമൊരു യാഥാർത്ഥ്യത്തിലൂടെയാണ്. ഒരുപക്ഷേ എക്കാലത്തെയും മോശം അവസ്ഥയിലൂടെയാണ് തങ്ങളുടെ ടീം ഈ വർഷം കടന്നു പോകുന്നതെന്ന് എല്ലാ ലിവർപൂൾ ആരാധകർക്കും അറിയാം. പുത്തൻ യുവനിരയെ കൊണ്ടുവന്ന് ടീമിൽ വരുത്തിയ അടിമുടി മാറ്റങ്ങളുമായി പൊരുത്തപ്പെടേണ്ട ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് തങ്ങളുള്ളതെന്ന യാഥാർത്ഥ്യം അവരെല്ലാം മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷേ തുടർ തോൽവികൾക്കും ഹ്യൂമിലിയേഷനുകൾക്കും ഇടയിൽ അതിനേക്കാൾ അവരെ അസ്വസ്ഥരാക്കുന്നത് മറ്റു 2 കാര്യങ്ങളാണ്. ഒന്ന് സ്ലോട്ട് നിരത്തുന്ന ന്യായങ്ങൾ, മറ്റൊന്ന് അയാളെ കണ്ണുമടിച്ച് വിശ്വസിക്കുന്ന മാനേജ്മെൻറ്റും. കഴിഞ്ഞ ഒക്ടോബറിൽ ആൻഫീൽഡിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ കരബാവ് കപ്പിൽ തോറ്റ് ലിവർപൂൾ പുറത്തായതിന് പിന്നാലെ സ്ലോട്ട് നടത്തിയൊരു പത്രസമ്മേളനമുണ്ട്. തൻ്റെ ടീം സെലക്ഷൻ പാളിയെന്നും അതാണ് മത്സരത്തിൽ തങ്ങൾക്ക് വിനയായതുമെന്നാണ് അന്ന് സ്ലോട്ട് പറഞ്ഞത്. സലാഹിനെയും വാൻഡൈക്കിനെയും പോലുള്ള എക്സ്പീരിയൻസ്ഡ് താരങ്ങളെ സ്ക്വാഡിലെടുക്കാതെ ആദ്യ ലെവലിൽ 10 മാറ്റങ്ങളുമായി ഇറങ്ങിയ ലിവർപൂൾ ഏകപക്ഷീയമായ 3 ഗോളിനാണ് അന്ന് തോറ്റത്. പിന്നാലെ തമാശ രൂപേണയാണെങ്കിലും സ്ലോട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഈ ടൂർണമെൻറ്റിൽ നിന്ന് ഞങ്ങൾ പുറത്തായത് നന്നായി. മിഡ് വീക്കിൽ കിട്ടുന്ന റെസ്റ്റ് ഉപയോഗപ്പെടുത്തി ബാക്കി കിരീടങ്ങൾക്കായി ഞങ്ങൾക്ക് പോരാടാം. തങ്ങളുടെ ആരാധകരെ വീണ്ടും പ്രതീക്ഷയുടെ കൊടുമുടി കയറ്റിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എടുത്തു നോക്കൂ. പ്രീമിയർ ലീഗ് കിരീടം എപ്പോഴേ കൈവിട്ടു. FA കപ്പിൽ സിറ്റി പഞ്ഞി കിട്ടു. ആകെ ബാക്കിയുണ്ടായിരുന്ന ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിലാകട്ടെ PSG മുന്നിൽ വട്ടപൂജ്യമായി നിൽക്കുന്നു. വിറ്റ്സും ഇസാക്കും എക്കിറ്റിക്കയും തുടങ്ങി ട്രാൻസ്ഫർ മാർക്കറ്റിൽ സ്ലോട്ട് ചൂണ്ടിക്കാണിച്ചവരെയൊക്കെ മാനേജ്മെൻറ്റ് വാങ്ങിക്കൊടുത്തിട്ടും ഒന്നും ചെയ്യാനാവാതെ അയാൾ തലകുനിച്ച് നിൽക്കുകയാണ്. ഒരു പ്രോപ്പർ സിസ്റ്റം കണ്ടെത്താനാവാതെ പ്ലേയേഴ്സിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളായി സ്ലോട്ട് മാറിയിരിക്കുകയാണ്. ഗോളിലേക്ക് പന്തുമായി കുതിക്കുന്ന സ്ട്രൈക്കറെ പിന്നിൽ നിന്നും ഫൗൾ ചെയ്ത് വീഴ്ത്തിയാൽ റഫറിമാർ ഉടനടി ചുവപ്പ് കാർഡ് വീശും. അങ്ങനെയെങ്കിൽ മികച്ച ഫോമിൽ ഓടിക്കൊണ്ടിരുന്ന ലിവർപൂളിനെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് തള്ളിവിട്ട സ്ലോട്ടിന് നേരെ ലിവർപൂൾ മാനേജ്മെൻറ്റ് എന്നേ റെഡ് കാർഡ് ഉയർത്തേണ്ടതാണ്. വീണ്ടും അവസരങ്ങൾ കൊടുത്ത് അത്ഭുതങ്ങൾ പിറവിയെടുക്കുമെന്ന് കരുതി കാത്തിരുന്ന അവരും ക്ലബിൻ്റെ ഈ അവസ്ഥക്ക് കാരണക്കാരാണ്. ദുരന്തപൂർണ്ണമായ ഒരു സീസണിന് ഫൈനൽ വിസിൽ മുഴങ്ങാനിരിക്കെ ക്ലബിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള വലിയ തീരുമാനത്തിന് ലിവർപൂൾ മാനേജ്മെൻറ്റ് മുതിരുമോ? സാബി അലോൺസോയെ പോലെ മുമ്പ് ക്ലബ്ബുമായി ബന്ധിപ്പിച്ച് ഉയർന്നു കേട്ടിരുന്ന പേരുകളിലൊന്നിലേക്ക് അവർ തിരിയുമോ? അതോ സ്ലോട്ടിന് ഇനിയും ലിവർപൂൾ കോച്ചിങ് സ്ഥാനത്ത് ഒരു സ്ലോട്ട് ഉണ്ടാകുമോ? കാത്തിരിക്കാം ആ ഉത്തരങ്ങൾക്കായി.